ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. അൻവറാണ്. ഞാനിന്ന് വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുരുമുളക് ജാർ പാക്കിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് നമ്മൾ ജാർ പാക്ക് വരുന്നത്. ഇത് 100 ഗ്രാം വരുന്ന ജാർ പാക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ജാർ പാക്കിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നു, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പേര് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ന്യൂട്രീഷൻ വാല്യൂ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. FSSAIയുടെ നമ്പറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. കൂടാതെ നെറ്റ് വെയിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 12 മാസമാണ് ഞങ്ങൾ പറയണത്. അതായത് 12 മാസത്തിനുള്ളിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തീർക്കണം. ഈ 100 ഗ്രാം വാങ്ങുകയാണെങ്കിൽ 12 മാസമാണ് എൻ്റെ ഷെൽഫ് ലൈഫ്. 100 ഗ്രാമിനല്ല, ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് 250 ഗ്രാമുണ്ട്, 500 ഗ്രാമുണ്ട്, 1 കിലോ ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് 12 മാസമാണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത്. കൂടാതെ ഇതിനകത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഇടുന്നത് ഇതേപോലെ സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്നു, അതിന് മുകളിൽ നമ്മൾ സീൽ ചെയ്യും. ഇതൊരു സീലാണ് ഇതിൻ്റെ അകത്ത്. ഇത് നമ്മളൊരു മെഷീനിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് സീൽ വരും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഇതിനകത്ത് ആ സീല് സംരക്ഷിച്ചോളും. അപ്പോൾ മൂടിയൊക്കെ ആര് തുറന്നാലും നമ്മുടെ പ്രൊഡക്റ്റ് അതിൻ്റെ അകത്ത് ഫ്രഷ്നെസ് ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലത്തെ ഫ്രഷ്നെസ് ആയിട്ട് കിട്ടും പ്രൊഡക്റ്റ്. പിന്നെ ഇതാണ് നമ്മളെ കുരുമുളക് വരുന്നത്. ഇത് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്ന നാടൻ കുരുമുളകാണ്. ഇതാണ് നാടൻ കുരുമുളക്. ഇതിൻ്റെ പ്രത്യേകത നോർമൽ കുരുമുളകിനേക്കാളും കുറച്ച് പൈസ കൂടുതലായിരിക്കും. കൂടാതെ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. പിന്നീട് ഇതിന് എരിവുണ്ടല്ലോ, അത് വ്യത്യാസമുണ്ടോ സാധാ കുരുമുളകിനേക്കാളും. പിന്നെ വില കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നാടൻ കുരുമുളകിന് എപ്പോഴും പൈസ കൂടുതലായിരിക്കും. ഇതിന് ട്രഡീഷണൽ കുരുമുളക് എന്ന് പറയും. ഈ കുരുമുളകിന് ട്രഡീഷണൽ എന്നും പറയും, നാടൻ എന്നും പറയും. ഇതാണ് ആ കുരുമുളക്. കൂടാതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് കുരുമുളക് വരുന്നത്. കണ്ടോ, ഇത് 12 mm ബോൾഡാണ് വരുന്നത്. ഇനി നമ്മളുടെ ഈ ട്രഡീഷണൽ കുരുമുളകും വില കുറഞ്ഞ കുരുമുളകും തമ്മിൽ പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നാമത്തെ കാര്യം. പിന്നെ ടേസ്റ്റ്. ഇപ്പോൾ വില കുറഞ്ഞ കുരുമുളക് നമ്മൾ 15 നോക്കി ഇടുമ്പോൾ ഇതിന് ഒരു 5 എണ്ണമൊക്കെ ഇട്ടാൽ മതിയായിരിക്കും ഈ കുരുമുളകിൽ. അപ്പോൾ നമുക്കത് ക്വാണ്ടിറ്റി നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ശ്രീലങ്കയിൽ കുറേ കുരുമുളകുകൾ വരുന്നുണ്ട്, പക്ഷേ അതിന് എരിവുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ പറ്റും. എരിവില്ലാത്ത കുരുമുളക് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ കുരുമുളകാണ്. നമ്മുടെ ട്രഡീഷണൽ കുരുമുളകിന് എരിവുണ്ടാവും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിയിട്ടുള്ള ആ കുരുമുളക് ഒന്ന് ജസ്റ്റ് എടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ട്രഡീഷണൽ ആണോ അല്ല ഇനി പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് സംഭവമാണുള്ളത്. അപ്പോൾ നാട്ടിലെ കുരുമുളകിന് വ്യത്യാസമുണ്ട്, ടേസ്റ്റ് വ്യത്യാസം, ക്വാളിറ്റി വ്യത്യാസം, പിന്നെ എരിവിൻ്റെ വ്യത്യാസം. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കുരുമുളകിന് വ്യത്യാസമുണ്ട്. ഇത് നാട്ടിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്ന ട്രഡീഷണൽ കുരുമുളകാണ്, ഇത് നാടൻ കുരുമുളക്. അപ്പോൾ നമ്മളുടെ ജാർ പാക്ക് ഇതാണ്. അപ്പോൾ ഇങ്ങനെ 100 ഗ്രാമിൻ്റെ ജാറിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു വിടും. ജസ്റ്റ് എല്ലാവരും ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ഇടുന്നത്. താങ്ക് യു.